ഈ 3 ഔട്ട്ലെറ്റ്സ് തുടങ്ങുക. അപ്പോൾ ഒരു ഔട്ട്ലെറ്റിനെ തുടങ്ങി നമ്മളൊരു പ്രോഫിറ്റായിട്ട് എത്തുന്ന സമയത്ത് സാധാരണ ആളുകൾ ചിലപ്പോൾ അതിനെ കുറച്ചുകൂടി ഒന്ന് പരിപോഷിപ്പിക്കാൻ, അതിനെ വലുതാക്കാനോ നോക്കുകയാണ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ അതിന് വർഷങ്ങളുടെ സമയം എടുക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ ഒരു വർഷത്തിൽ തന്നെ, ചിലപ്പോൾ ഒരു വർഷത്തിൽ താഴെ തന്നെ 3 ഔട്ട്ലെറ്റ്സ് ഒക്കെ തുടങ്ങിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ആളുകൾ അങ്ങനെ ഉപദേശിക്കല്ലോ, ഇരുന്നിട്ട് വേണം കാല് നീട്ടാൻ എന്നൊക്കെ പറയുക. ഇതെന്റെ മമ്മി പറയുന്നത്. എന്റെ മമ്മിയാണ് ആദ്യം ഇരുന്നിട്ട് നീ കാല് നീട്ട്, നീ എങ്ങോട്ടായി ഉടനെ എന്റെ മമ്മി ആദ്യം ചോദിക്കുന്നത്. എന്തായിരുന്നു ആ 3 ഔട്ട്ലെറ്റ്സും തുടങ്ങാനുള്ള വിഷൻ? ഞങ്ങൾക്കിപ്പം ഫാസ്റ്റ് ഗ്രോയിങ്, ഞങ്ങൾക്കിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നമുക്കൊരു ടൈം പീരീഡ് ഉണ്ട്. ഇപ്പം ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിച്ചിരിക്കുന്ന സമയമാണ് ഞങ്ങളിപ്പം. ഒരു പ്രോപ്പർ ഫാമിലി ടൈമോ ഇതൊന്നും ഇല്ലാണ്ട് ബിസിനസ്സിന് പുറകെ മാത്രം ഞങ്ങൾ രണ്ടുപേരും ഓടിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ഹെൽത്ത് പോലും പ്രോപ്പറായി നോക്കാണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും, പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഒരു ട്രാൻസിഷൻ ഇല്ലേന്ന് ചോദിക്കും. ഐ ഡോണ്ട് ഹാവ് ടൈം. ഇപ്പം ഞങ്ങളുടെ ഒരു മിഷൻ എന്ന് പറയുന്നത് ബിസിനസ്സിനെ ബിൽഡ് ചെയ്യാം. അപ്പം ആ ഒരു അത്രയും ഞങ്ങൾ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്തതുകൊണ്ടാണ് ഒന്നിൽ നിന്ന് ഈ ടൈം പീരീഡ് കൊണ്ട് ഞങ്ങൾക്ക് 3ലേക്ക് എത്താൻ പറ്റും. ഈ 1 കഴിഞ്ഞപ്പോൾ തന്നെ വി ഹാവ് ബിൽഡ് അവർ ടീം. കിച്ചൺ സൈഡിലും ഫ്രണ്ട് ഹൗസ് സൈഡിലും മാർക്കറ്റിംഗ് സൈഡിലും ഒക്കെ ടീമിനെ ബിൽഡ് ചെയ്തത് കൊണ്ട് ഞങ്ങൾക്ക് ഫാസ്റ്റായിട്ട് 3ാമത്തേലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റി. പലപ്പോഴും ഈ ഓണ്ടർപ്രണേഴ്സിൻ്റെ ഒക്കെ പോഡ്കാസ്റ്റും അവരുടെ അഭിമുഖങ്ങളൊക്കെ വായിക്കും കാണുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഒരു മിഷനിലേക്ക് ഇറങ്ങിയ അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർഷിപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറേ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കൂ, നിങ്ങൾ ഹോളിഡേയിലേക്ക് പോകൂ, നിങ്ങൾ കുറേ കൂടിയൊക്കെ ലൈഫിലെ ചെറിയ മൊമെൻറ്റ്സിനെടുത്ത് ആഘോഷമാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ കുറേയൊക്കെ സാക്രിഫൈസ് ചെയ്യണം നമ്മളൊരു കാര്യം വിജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ. ആ ഒരു ഓൾഡ് സ്കൂൾ രീതി ഉണ്ടല്ലോ, നമ്മളെ തന്നെ മറന്ന് നമ്മുടെ എല്ലുമുറിയെ പണിയെടുത്താലേ നടക്കുകയുള്ളൂ. ആ ഒരു തിയറിയിൽ തന്നെയാണോ അലീന വിശ്വസിക്കുന്നത്? അത് ആ ഒരു തിയറിയിൽ തന്നെയാണ്. അങ്ങനെ അത്രയും ഞങ്ങൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു മൊമെന്റ് ഉണ്ടായിരുന്നു. ഈ ബിസിനസ് തുടങ്ങി ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. ഞാനൊരു ഡിപ്രഷനിലേക്ക് പോയൊരു മൊമെന്റ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന രീതിയിലാണെന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ മകൾക്ക് ബെസ്റ്റ് കെയർ കൊടുക്കാൻ പറ്റും. ഞാനൊരു നല്ല അമ്മയല്ലേ, ഞാൻ എൻ്റെ ബിസിനസ് മാത്രമേ നോക്കുന്നുള്ളൂ, എനിക്ക് നല്ല അമ്മയല്ലേ എന്നുള്ളൊരു തോട്ട് വന്ന സമയമുണ്ട്. ഓൾ നൈറ്റ് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്ന സമയമുണ്ട്. ഐ ഡോണ്ട് നോ, നോബഡി എൽസ് നോ. ഞാൻ ഫാമിലി പറഞ്ഞ അവരെ ടെൻഷൻ ആക്കിയിട്ട് കാര്യമില്ല. മീ ആൻഡ് നിതിൻ ഓൺലി നോസ് ദാറ്റ് പെയിൻ. പല ടൈം എനിക്കൊരു നല്ല കെയർ മകൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ ടെൻഷൻ അടിച്ച പല സമയങ്ങളും ഉണ്ട്. അപ്പം എനിക്കെൻ്റെ മകൾക്കൊരു ബെസ്റ്റ് അമ്മയാകാനും പറ്റുന്നില്ല, എനിക്കൊരു ബെസ്റ്റ് ഓൺടർപ്രണറും ആകാൻ പറ്റാത്തൊരു സ്റ്റേജ് ഉണ്ട്. ഐ തിങ്ക് എവറി വുമൻസ് ആർ ഗോ ത്രൂയിങ് ദിസ്. ബിക്കോസ് ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് ആർക്കും അത് ഗോ ത്രൂ ചെയ്തവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ കൂടി കടന്നു പോയിട്ടുണ്ട് ഞങ്ങൾ ഈ ബിസിനസ്സിനെ. ഞാനൊരു ഫുൾ ടൈം വർക്കിങ്ങുമാണ്, ഒരു ഫുൾ ടൈം മദറും കൂടിയാണ്. ഈ രണ്ടും ബാലൻസ് ചെയ്ത് ലൈഫ് മുന്നോട്ട് പോകും. എൻ്റെ ബിസിനസ്സിനെ ഒരു നല്ല രീതിയിൽ എത്തിക്കുന്നതിലും ഒരുപാട് ഗോ ത്രൂ ചെയ്തിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ഹൗ ദാറ്റ് വിൽ ബി റിലേറ്റ് വിത്ത് അതർ തിങ്സ്. എനിക്കത് ഒരിക്കലും മറ്റൊന്നുമായിട്ടും കണക്ട് ചെയ്ത് പറയാനും പറ്റത്തില്ല. ഹാർഡ് വർക്കിംഗ് ചോദിച്ചാൽ അതിന് മേളിലായിരിക്കും ഞാൻ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. UK പോകുന്ന മലയാളികൾ അല്ലെങ്കിൽ UK മലയാളികളുടെ ഫ്ലോ, അത് ഈ അടുത്ത് പ്രത്യേകിച്ച് കോവിഡിന് ശേഷം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മലയാളികൾക്ക് UK പോയിട്ട് വരുന്ന മാറ്റം അല്ലെങ്കിൽ അവർക്ക് അവിടെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരുന്നു. അല്ലെങ്കിൽ പൊതുവിൽ ഇങ്ങനെ ഒരു വർത്താനം വരെ ഉണ്ട്, അതായത് വീട് പണയം വെച്ച് ലോൺ എടുത്ത് UK പോയി ജാക്കറ്റ് ഇട്ട് പട്ടിണി എടുക്കുകയാണ് ഒരുപാട് കുട്ടികൾ എന്ന് പറയുന്ന ഒരു പ്രചാരം തന്നെയുണ്ട്. ശരിക്കും എന്താ UK മലയാളി കുട്ടികളുടെ സത്യാവസ്ഥ അലീന കണ്ടെടുത്തോളം? ഞാൻ കണ്ടെടുത്തോളം നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് നല്ല ടാലന്റഡ് പിള്ളേർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. അവർ നല്ല രീതിയിൽ അവരുടെ ബാക്ക് ഫാമിലിനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ UK പോയ കുട്ടികളുടെ ഫാമിലി ഇവിടെ പട്ടിണിയിലാണ്? അത് മീറ്റ് ചെയ്യാനുള്ള ഇൻകം അവിടെയുണ്ട്. പക്ഷേ ഈ ആൾക്കാർ പറയുന്ന പണിയെടുക്കാൻ പറ്റാത്ത ആൾക്കാർ അങ്ങനെ പറയും. ഇവിടെ നാട്ടിൽ സുഖമായിട്ട് ജീവിച്ചു, അച്ഛനും അമ്മയും കാശുണ്ടാക്കും, അതിൽ നിന്ന് ഒരു പോക്കറ്റ് മണിയും കൊടുക്കും, വീട്ടിൽ ഫുഡ് ഉണ്ട്, റെന്റ് അടയ്ക്കേണ്ട, യൂട്ടിലിറ്റി ബിൽസ് ഒന്നും മീറ്റ് ചെയ്യേണ്ടാത്ത പിള്ളേർ, ഈ പണിയെടുക്കാത്ത പിള്ളേർ അവിടെ പോകുമ്പം അവർക്കത് വലിയ പണിയായി തോന്നും. അച്ഛനും അമ്മയും അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് വലിയൊരു എമൗണ്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ലോണൊക്കെ എടുത്ത് മക്കൾ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി അങ്ങോട്ട് വിടുന്നു. ഈ പിള്ളേർ അവിടെ പോയിട്ട് പ്രോപ്പറായിട്ട് പണിയെടുക്കാണ്ട്, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാണ്ടും, പ്രോപ്പറായിട്ട് അവർ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇവരാണ് ഇതെല്ലാം പറഞ്ഞു പരത്തുന്നത്. ഈവൻ ദോ അവിടെ ടാക്സും എക്സ്പെൻസും എല്ലാം കൂടുതലാണെങ്കിലും അതിനുള്ള വേജസ് അവിടെ കിട്ടുന്നുണ്ട്. പെർ അവർ ഇപ്പം 1280 ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. പെർ അവർ മിനിമം വേജസ് എന്ന് പറയുന്നത് 1255 ആണ്. ഏകദേശം നാട്ടിലെ 1300 രൂപേൻ്റെ 1200 1300 രൂപേൻ്റെ അടുത്ത് വരും. പെർ അവർ അത് കിട്ടുന്നുണ്ട് പിള്ളേർക്ക്. അപ്പോൾ ഒരു 40-45 മണിക്കൂർ ഒരു ആഴ്ചയെ പണിയെടുക്കുന്ന പിള്ളേർക്ക് അവരുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ, അവരുടെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്ത് അവർക്കുള്ള ബാങ്ക് ലോണുകളും ക്ലിയർ ചെയ്ത് പോകാൻ പറ്റാത്തതായിട്ട് ആരുമില്ല. ഈ പണിയെടുക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഇത് പറഞ്ഞു പരത്തുന്നത് തന്നെ. ഈ CRPs ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്ത ആദ്യത്തെ ബൈറ്റ് ഓർമ്മയുണ്ടോ? 100%. ഞാനൊരു
6 month pregnancy ടൈമിലായിരുന്നു. ഐ വാസ് ക്രാവിംഗ് ഫോർ പിസ്സ ദാറ്റ് ടൈം. ആ ആ ആ ആ. അപ്പോഴാണ് ഞങ്ങൾ ഇതിന്റെ ഫസ്റ്റ് പിസ്സ ഞങ്ങളിത് ഇത് കാണാൻ പോകുന്നത്. എക്സിസ്റ്റിംഗ് ബിസിനസ് സെല്ലിന് വന്നത് അന്നാണ് ഞങ്ങളൊരു വ്യൂയിങ് ഒക്കെ എടുത്ത് കാണാൻ പോകുന്നത്. അന്ന് അവിടെ നിന്നാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം സ്റ്റോൺ ബേക്ക്ഡ് പിസ്സ ടേസ്റ്റ് ചെയ്യുന്നതും അവിടെ നിന്നാണ് ഞങ്ങൾ. പിന്നെ അവിടുന്ന് പിന്നെ എല്ലായിടത്തും പോയി ടേസ്റ്റിങ്ങിലായി. ഈ നമ്മളൊരു സംരംഭം ഈ നാട്ടിൽ തുടങ്ങുന്നതും UK യിൽ തുടങ്ങുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ. അപ്പം നമ്മുടെ നാട്ടിൽ പലപ്പോഴും കേരളത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓടുകൂടി ഒരു ബിസിനസ് വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹേർഡിൽസ് ഉണ്ടെന്നാണ് പൊതുവിൽ ആളുകൾ പറയുന്നത്. പക്ഷെ UK യിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണെന്ന് പറയുന്ന എന്റർപ്രണേഴ്സും ഉണ്ട്. ശരിക്കും ഇതിന്റെ ഒരു നിജസ്ഥിതി എന്താ? ബുദ്ധിമുട്ടില്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പല രീതിയിലുള്ള ചലഞ്ചസും നമ്മൾ ഫേസ് ചെയ്യാനുണ്ട്. പക്ഷേ കേരളം അല്ലെങ്കിൽ ഇന്ത്യ എന്നൊരു നാട് വെച്ച് നോക്കുമ്പോൾ പേപ്പർ വർക്ക്സുകളും ലൈസൻസുകളും ഒക്കെ നമുക്ക് കുറെ കൂടി ഈസിയാണ്. നമ്മുടെ ഫിംഗർ ടിപ്സിൽ തന്നെയുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഇപ്പൊ പല ഓഫീസുകളും നമ്മൾ കയറി ഇറങ്ങേണ്ടി വരും. പല ലൈസൻസുകളും കിട്ടാൻ ഒരുപാട് വെയിറ്റിംഗ് പീരീഡും ഉണ്ടാകും. പക്ഷെ അവിടെ കറക്റ്റ് ആയിട്ടുള്ള ടൈം പീരീഡ് ഗവൺമെന്റ് നമ്മളോട് പറയുന്ന ആ ടൈം പീരീഡിനുള്ളിൽ നമുക്ക് അത് അപ്രൂവ് ആയി കിട്ടും. അപ്പം ഒരു വെൽക്കമിങ് കൺട്രിയാണ്. നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് കാര്യങ്ങളും പേപ്പർ വർക്ക്സും ഒക്കെ വളരെ നന്നായി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവിടെ ബിസിനസ് ചെയ്യാൻ പറ്റും ആ കൺട്രിയിൽ നമുക്ക്. മദ്യം വിളമ്പുന്ന ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ അവിടേക്ക് വരുന്ന ആളുകൾ എങ്ങനെ ബിഹേവ് ചെയ്യും? കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമോ? അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവിടുത്തെ ആളുകളെ ടാക്കിൾ ചെയ്യും? പ്രത്യേകിച്ച് അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ അതിനെങ്ങനെയായിരിക്കും ഓവർകം ചെയ്യുക? അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ടോ? മദ്യം വിളമ്പുന്ന ഒരു റെസ്റ്റോറൻറ്റ് UK യിൽ മദ്യം എന്ന് പറയുന്നത് ഒരു സാധാരണ ഡ്രിങ്ക് പോലെ തന്നെയാണ്. അതിനിപ്പം ഇന്ത്യയിൽ ഒരു ബാർ എന്ന് വെച്ചാൽ വി കൻ ഇമാജിൻ ഫുൾ അലമ്പായിരിക്കും അവിടെ. പക്ഷെ ആ ഒരു അലമ്പൊന്നും ആരും അവിടെ വന്ന് കാണിക്കില്ല. ദാറ്റ് പീപ്പിൾ ഹാവ് എ ഗുഡ് ലൈഫ് സ്റ്റൈൽ. അവരൊരു 9 to 5 ജോബ് കഴിഞ്ഞ് അവരുടെ ആ സ്ട്രെസ്സൊക്കെ ഒരു സ്ട്രെസ് ഔട്ട് ചെയ്യാൻ വരുന്ന സ്ഥലമാണ് ഈ ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് പബ് എന്നൊക്കെ പറയുന്നത്. സോ ദേ ബിഹേവ് വെരി വെൽ. അപ്പം നല്ല രീതിയിൽ ആൾക്കാർ ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഒരു ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ട വന്നിട്ടില്ല, ടു ബി വെരി ഹോണസ്റ്റ്. അപ്പം നല്ല ആൾക്കാർ മദ്യം വിളമ്പുന്ന സ്ഥലമാണെങ്കിലും അവർ വളരെ നല്ല രീതിയിൽ വന്ന് ബിഹേവ് ചെയ്ത് അവരുടെ ഹാപ്പി ടൈം സ്പെൻഡ് ചെയ്ത് അവർ പോകുന്നു. അല്ലാണ്ട് നാട്ടിൽ പോലെ കുടിക്കാൻ മാത്രം വരുന്നു, കുടിച്ച് അതൊരു ഫാമിലിക്ക് ബേർഡൻ ആവുന്നു, ചുറ്റുമുള്ളവർക്ക് പ്രശ്നമാവുന്നു, അങ്ങനെ ഒരു കോൺസെപ്റ്റ് അവിടെ ഇല്ല. സിയയുടെ ഒരുപാട് ആർട്ടിക്കിൾസ് ന്യൂസ് പ്ലാറ്റ്ഫോംസിലൊക്കെ വരുന്നു, അലീന പേഴ്സണലി ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്നു. അപ്പൊ ഇത് കാണുന്ന അവിടത്തെ ഉള്ള മലയാളികളായിട്ടുള്ള UK സ്റ്റുഡൻസ് ഉണ്ടാവും, UK യിലുള്ള മലയാളികളുണ്ടാവും. അവർ ജോലി ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. ഒരുപാട് പിള്ളേർ എനിക്ക് എല്ലാ ദിവസവും എൻ്റെ ഇമെയിലിൽ എനിക്ക് CV റിസീവ് ചെയ്യും. പക്ഷെ എനിക്ക് പ്ലേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങളാൽ പറ്റാവുന്ന മലയാളി സ്റ്റുഡൻസിനൊക്കെ ഞങ്ങൾ ജോലി കൊടുത്തിട്ടുണ്ട്. അപ്പൊ പല ആൾക്കാരും പറയും മലയാളികളെ അടുപ്പിക്കരുതെന്ന് പറയും. എങ്കിലും നമ്മുടെ ആൾക്കാരാണ്, വി നീഡ് ടു സപ്പോർട്ട് ദം. നമ്മളല്ലാണ്ട് ആരാണ് അവരെ സപ്പോർട്ട് ചെയ്യുക? അപ്പൊ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ഇപ്പം ഫ്രണ്ട് ഹൗസിൽ ഇല്ലെങ്കിലും, ബിക്കോസ് നമ്മളൊരു ഇറ്റാലിയൻ റെസ്റ്റോറന്റ് ആയതുകൊണ്ട് ലോക്കൽ പീപ്പിൾസിനെ ഞങ്ങൾക്ക് ഫ്രണ്ട് ഹൗസിൽ നിർത്താം. ഫ്രണ്ട് ഹൗസിൽ ഇല്ലെങ്കിലും ബാക്ക് ഹൗസ് KP സൈഡിലാണ്, കിച്ചൺ സൈഡിലാണ്. വി സ്റ്റിൽ ഗിവിംഗ് ലോട്ട്സ് ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ നമ്മുടെ കമ്മ്യൂണിറ്റി ആൾക്കാർക്ക് ഞങ്ങൾ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റി. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്.